അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ. അത് നമ്മുടെ വിഷയം അതൊന്നും അല്ലല്ലോ. അതൊക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം, അദ്ദേഹം അഭിപ്രായം പങ്കുവെച്ചു. അദ്ദേഹത്തിന് അതിൻ്റെ ന്യായീകരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് ഈ പ്രധാനപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. എങ്ങനെങ്കിലും അതായത് വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് ശ്വാസം മുട്ടി ഇങ്ങനെ പോകുമ്പോൾ അവസാനം ഒരു ചവിട്ടലുണ്ട്, നിലത്ത് ഒരു ചവിട്ടിയിട്ടൊന്ന് പൊങ്ങാനുള്ള ശ്രമമുണ്ട്. ആ ശ്രമത്തിലാണ് മൂപ്പര്. ആ ശ്രമവും പരാജയപ്പെടുന്നതാണ് ഇപ്പോൾ ഇന്ന് കണ്ടത്. ധോത്തി ചലഞ്ച്, ധോത്തി കീറത്തുണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാന്നല്ലാതെ അതിൻ്റെ തെളിവുകൾ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ അദ്ദേഹം മുമ്പ് പറഞ്ഞ എന്താണ്, എനിക്ക് വലിയ വിശ്വാസവും സ്നേഹമൊക്കെ ഉള്ള ആളാണെന്നല്ലേ. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, ഇത് PK ഫിറോസ് ഒറ്റക്കല്ല ഞങ്ങളുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. യൂത്ത് ലീഗിൻ്റെ ധോത്തി ചലഞ്ച് മാത്രമല്ല, പാർട്ടിയുടെ എല്ലാ ഫണ്ട് കളക്ഷനും സുതാര്യമായിട്ടാണ് നടത്തുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ വന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ ഞങ്ങൾ കൃത്യമായി പാർട്ടിയുടെ ഫോറങ്ങളിൽ അവതരിപ്പിച്ചതാണ്. അങ്ങനെ പറയാറുണ്ടോ ആരെങ്കിലും? അങ്ങനെ പറയാറുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ എതിരാളി അനീഷിന്റെ വ്യക്തിപരമായി ഞാൻ കാണിച്ചു തരാം. അനീഷിന് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ പിന്നെ തെളിവുകൾ, പക്ഷെ അത് വാർത്തയാക്കാനല്ല, നിങ്ങൾ വാർത്തയാക്കുകയും വേണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ മാത്രം സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കാരണം ഞങ്ങളെ പാർട്ടി ഫോറങ്ങളിൽ ഏതെങ്കിലും ഒരു പാർട്ടി, ഏതെങ്കിലും ഒരു സംഘടന, അപ്പോൾ കണ്ണൂർ ജില്ലയിൽ CPM ധോത്തി ചലഞ്ച് നടത്തുന്നുണ്ട്. എത്ര ബിരിയാണി ചലഞ്ചുകൾ, എന്തെല്ലാം ചലഞ്ചുകൾ. മാത്രമല്ല ഞങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു സാധനമാണ്. ആ ഗിഫ്റ്റായിട്ട് കൊടുത്ത സാധനം ഞങ്ങൾ എന്തിനാണ് പബ്ലിക്കിനോട് പറയേണ്ട കാര്യമുള്ളത്? ഒരു മിനിറ്റ് ഞങ്ങൾ കൃത്യമായി ഇതുപോലെ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ പാർട്ടി ഫണ്ടായി 600 രൂപ വാങ്ങുന്നു, അതിൻ്റെ ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കൊടുക്കുന്നു. ആ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ വില അറിയാൻ എന്തിനാ ജലീലിന് അവകാശം? ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയല്ലേ. മാത്രമല്ല ജലീൽ ഇന്നലെ പറഞ്ഞല്ലോ IT-ക്ക് പരാതി കൊടുക്കും, GST-ക്ക് പരാതി കൊടുക്കും. IT-ക്കും GST-ക്കും ഒക്കെ പരാതി കൊടുക്കട്ടെ, ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. എന്താ കുഴപ്പം? കൊടുക്കാൻ കഴിയും, ഞങ്ങൾ തെളിയിച്ചില്ലേ. ഞങ്ങൾ തെളിയിച്ചല്ലോ കൊടുക്കാൻ പറ്റുമെന്ന്. എന്താ പ്രശ്നം? അതും കൊടുക്കട്ടെ, പരാതി കൊടുക്കട്ടെ. ഞങ്ങൾ ഏതായാലും കൊടുത്ത ഗിഫ്റ്റാണ്. ഞങ്ങളിപ്പോൾ യൂത്ത് ലീഗിൻ്റെ ഈ ഓഫീസ് ഉണ്ടാക്കിയതിൻ്റെ ഓരോ പിന്നെ ടൈല് വാങ്ങിയതിൻ്റെയും ബില്ല് ഞങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കാറുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയുടെ ഇന്റേണൽ കാര്യമല്ലേ. അത് കൃത്യമായി, ഒരു മിനിറ്റ് അനീഷേ, കൃത്യമായി ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റിയിലും ഞങ്ങളുടെ കൗൺസിലും അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തൊരു കാര്യമാണ്. അത് ബഹുമാനപ്പെട്ട സംസ്ഥാന ഇനി ഇത് പറയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഇതുപോലെയുള്ള പിന്നെ ഓരോ സാധനം വാങ്ങിയതിൻ്റെ പർച്ചേസ് ബില്ല് മാധ്യമങ്ങളുടെ മുമ്പാകെ ഹാജരാക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാറാണ്. എന്തിനാ വെറുതെ ഒരു കീഴ്വഴക്കം ഞങ്ങളായിട്ട് ഉണ്ടാക്കുന്നത്?